തന്റെ ശിഷ്യർക്ക് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച പരിശുദ്ധമായ സ്ഥലത്ത് നിൽക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ ആഹാരം ഓശാന വീഥിയിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയെ ദേവാലയത്തിലേക്ക് ഓശാന വിളികളിലൂടെ ആനയിച്ചത് ഈ തെരുവീഥികളിലൂടെയാണ്. ഒലിവ് ശാഖകളേന്തി ഓശാന പാടിക്കൊണ്ട് ആ ധന്യമുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് അത്യുന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നടന്നു നീങ്ങുന്നു. ഓർസ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓർസ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു, ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു. ഈ കാണുന്നതാണ് കെദ്രോൻ വാലി. മരണശേഷം യഹൂദർ അടക്കപ്പെടുന്നത് ഇവിടെയാണ്. ഈശോയുടെ 2ാം വരവിൽ ഇവിടെ അടക്കപ്പെടുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വിശ്വാസമുള്ളതിനാൽ എല്ലാവരും ഇവിടെ അടക്കപ്പെടുന്നു. രാജമഹേശ്വരനാ മിശിഹായണയുന്നു, കഴുതക്കുട്ടിയതാ വാഹനമാകുന്നു. രാജമഹേശ്വരനാ മിശിഹായണയുന്നു, കഴുതക്കുട്ടിയതാ വാഹനമാകുന്നു. തിരുവോരങ്ങളിൽ ജീവിളികൾ മാറ്റൊലി തീർക്കുന്നു, തിരുവോരങ്ങളിൽ ജീവിളികൾ മാറ്റൊലി തീർക്കുന്നു. ഓർസ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഈശോ ജെറുസലേമിനെ നോക്കി വിലപിച്ച സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കല്ലെറിയുകയും നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് ഇരുത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളും ഭവനം പരിത്യക്തമാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. ഈശോ ഇങ്ങനെ കണ്ണീരാൽ വിലപിച്ച സ്ഥലമാണിത്. കണ്ണുനീരിന്റെ ആകൃതിയിലുള്ള ഒരു ദേവാലയം ഇവിടെയുണ്ട്. കണ്ണുനീരിന്റെ ദേവാലയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്വർഗമനോഹര ഭവനത്തിൽ ചേർക്കുക ഞങ്ങളെയും, സ്വർഗമനോഹര ഭവനത്തിൽ ചേർക്കുക ഞങ്ങളെയും. ഓർസ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. പാതകൾ തോറും വെൺ പട്ടുവിരിപ്പുകളും സൈത്തിൻ കൊമ്പുകളും നിന്നെതിരേൽപ്പിന്നായി. പാതകൾ തോറും വെൺ
കൊമ്പുകളും സൈത്തിൻ കൊമ്പുകളും നിന്നെതിരേൽപ്പിന്നായി അന്നു വിരിച്ചതുപോൽ ഹൃദയം ഞങ്ങൾ വിരിച്ചിടാം. അന്നു വിരിച്ചതുപോൽ ഹൃദയം ഞങ്ങൾ വിരിച്ചിടാം. ഓർശ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓർശ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഈ കാണുന്നതാണ് ഗെത്സമൻ തോട്ടം. യേശു രക്തം വീർക്കുകയും പിടിക്കപ്പെടുകയും ചെയ്ത സ്ഥലമാണ് ഇത്. 3000 വർഷങ്ങൾ പഴക്കമുള്ള ഈ മരങ്ങൾ സാക്ഷികളായിരുന്നു. ഈ ഒലിവ് മരങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ആ കഥകൾ നമ്മോട് പറഞ്ഞിരുന്നേനെ. ഗെത്സമേനിലെ ദേവാലയമാണിത്. ഇതിനുള്ളിലെ പാറയിലാണ് യേശു രക്തം വീർത്ത് പ്രാർത്ഥിച്ചത്. ദാവീദിൻ സുതനോശാന, ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ പുവേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന, ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന, ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. ജൈവിളിയാൽ ചില്ലകളുണരുന്നു, പാതകളിൽ തോരണമിളകുന്നു. ജൈവിളിയാൽ ചില്ലകളുണരുന്നു, പാതകളിൽ തോരണമിളകുന്നു. ദൈവസുതൻ വിനയ വിരാജിതനായി അണയുന്നു നഗര കവാടത്തിൽ. ഓശാന, ഓശാന, ദാവീദിൻ സുതനോ
ഓശാന 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 ദാവീദിൻ സുതൻ ഓശാന. ജെറുസലേം ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമാണിത്. ലോകചരിത്രത്തിൽ കരയുന്ന മതിൽ എന്നറിയപ്പെടുന്ന ജെറുസലേം ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന മതിലിന്റെ ഭാഗമാണിത്. വിണ്ടലവും ഭൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു. വാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു. നൂതന സന്തോഷം നുകരുന്നു. വിണ്ടലവും ഭൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു. വാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു. നൂതന സന്തോഷം നുകരുന്നു. നാം ഇപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തിന്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞത്. കയ്യഫാസിന്റെ ഭവനവും ഇവിടെയാണ്. ഈശോയെ ഭടന്മാർ പിടിച്ച് കയ്യഫാസിന്റെ ഭവനത്തിൽ കൊണ്ടുവരികയും ഇതിനോട് ചേർന്നുള്ള കൽത്തുറുങ്കിൽ ഈശോയെ ഒരു ദിവസം അടച്ചിടുകയും ചെയ്തു. പത്രോസ് തള്ളിപ്പറഞ്ഞ സ്ഥലത്തുള്ള ദേവാലയമാണിത്. കയ്യഫാസിന്റെ അരമനയോട് ചേർന്ന വഴിയിലൂടെ കൽത്തുറുങ്കിൽ എത്തിച്ചേരും. ഈ അഗാധമായ ഗർത്തത്തിലാണ് പടയാളികളുടെ ക്രൂരമർദ്ദനമേറ്റ ഈശോയെ അടച്ചിട്ട കൽത്തുറുങ്ക്. പിന്നീട് പടയാളികൾ ഈശോയെ ബന്ധിച്ച് പീലാത്തോസിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. ദൃശ്യമാകുന്നത് ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടതിനു ശേഷം നിർമ്മിച്ച ഗോൾഡൻ മോസ് ആണ്. പഴയ ജെറുസലേമിന്റെ ഹൃദയഭാഗമായ ഇവിടെ നിന്ന് പ്രാധാന്യമേറിയ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ദൃശ്യമാകും.
നമ്മുടെ യാത്ര ജെറീക്കോയിലേക്കാണ്. ജെറീക്കോ ഒരു മരുപ്പച്ചയായിരുന്നു. ദീർഘമായ മരുഭൂമി താണ്ടിയാണ് മരുപ്പച്ചയിൽ എത്തിച്ചേരുന്നത്. ജെറീക്കോയിലേക്ക് പോകുന്ന വഴി ഈശോ പറഞ്ഞ സമരിയക്കാരന്റെ ഉപമ പ്രസിദ്ധമാണ്. നല്ല സമരിയക്കാരന്റെ ഉപമ സത്യമാണോ, ചരിത്രമാണോ, കഥയാണോ എന്ന് അറിയുക വയ്യ. പരീക്ഷണമലയിലേക്കാണ് ഇനി നാം പോകുന്നത്. നാം ഇപ്പോൾ കാണുന്നതാണ് പരീക്ഷണമല. ഇവിടെ വെച്ചാണ് ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്. മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പ്രദേശത്തെത്തിയത്. ഈശോ 40 രാവും 40 പകലും ഉപവസിച്ചത് ഈ മലമുകളിലാണ്. ഇതാണ് സക്കേവൂസിന്റെ സിക്കമൂർ മരം. യേശുവിന്റെ യാത്രയിൽ സക്കേവൂസിനെ കണ്ടെത്തിയത് ഈ മരത്തിലാണ്. മരത്തിൽ നിന്നിറങ്ങി വന്ന സക്കേവൂസ് തന്റെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുകയും യേശുവിന്റെ ശിഷ്യനായി മാറുകയും ചെയ്തു. ഇനി ചാവുകടലിലേക്കാണ് നമ്മുടെ യാത്ര. ജെറുസലേം യാത്രയുടെ അവിസ്മരണീയമായ മുഹൂർത്തമാണ് ചാവുകടൽ സ്നാനം. പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ നാമമാത്രം പരിചയമുള്ള അവിസ്മരണീയമായ സ്നാനത്തിനായി ഏവരും ചാവുകടലിലേക്ക്.
அணிலாக மாறினான் அழகாக தாவினான் அங்கங்க உன்னை கடிக்க போறேன். தீர்மானம் பண்ணி நீ தீர்த்து கட்ட துணிஞ்ச நீ என்ன சுத்தி வாழ தாரே தாரே. மாம்பழம் மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நீதானடி. மாம்பழம் மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நான் தானடா. உதட்டோரம் இனிப்பியோ கழுத்தோரம் புளிப்பியோ இடுத்தோரம் துவர்ப்பியோ சொல்லி குடுப்பி. என்னோட தேகத்துல அரிச்சுவையும் இருக்குடா. என்ன ருசி இருக்கோ டேஸ்ட் பண்ணி சொல்லுடா. எங்க நான் தொடங்கணும் எங்க நான் மடங்கணும் எங்க நான் தொடங்கணும் சொல்லி கொடுட்டி. ஈசானி மூளையெல்லாம் என்கிட்ட தான் இல்லடா. என்ன நீ நினைக்கிறியோ போன விளையாடுடா. காமத்து பால்காரி வாடி பணமெல்லாம் அதில் போட்டு தாடி. சாமத்து கொலைகார வாடா. என்ன நீ கொண்டு போட்டு போடா. மாம்பழமா மாம்பழமா மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நீதானடி. மாம்பழம் மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நான் தானடா. ഇതാണ് ലോത്തിന്റെ ഭാര്യയെ ഉപ്പ് തൂണാക്കിയ സ്ഥലം. മുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമനക്കും കണ്ടൊരു ാറിട്ട റോഡാണ് റോഡിന്റെ അരികാണ് വീടിന്റെ അടയാളം ചീമക്കൊന്ന റോഡിന്റെ അരികാണ് വീടിന്റെ അടയാളം ചീമക്കൊന്ന. I sailed in a boat in a very good mood to see the Zululand. A Negro sat beside me in a cool and easy way. And when I passed my love to him, this is what he said. Hey, ichikamacha, icha, bocha, chiang, bacha, cholo. Ichik, cholo, chiang, cholo. Iya, iya, oh. Hey, ichikamacha, iya, chiang, bacha, cholo. Ichik, cholo, chiang, cholo. Iya, iya, oh. എനിക്കൊരു നല്ല ഒരു അസുഖം വന്നു. 15 ദിവസം ജലദോഷം. അപ്പൊ ഇവിടെ തൊണ്ടയ്ക്ക് ഒരു മുഴ വന്നു. മുഴ ഒരു 15 മാസമായിട്ട് ഇത് മാറുന്നില്ല. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു മുഴ ഫിക്സഡ് ആണ്, അതുകൊണ്ട് വേറെ ഡോക്ടർക്ക് ലെറ്റർ തരാന്ന് പറഞ്ഞു.
അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് പോയി കണ്ടു. ആ ഡോക്ടറും പറഞ്ഞത് ക്യാൻസറിന്റെ ആണെന്ന് സംശയമുണ്ട്. അവിടെ ക്യാൻസർ ആണെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ വേറൊരു വലിയ ഹോസ്പിറ്റലിലേക്ക്, അവിടുത്തെ ഏറ്റവും വലിയ, ഒമാനിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് കത്ത് തന്നു. ഞാൻ വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു. അപ്പൊ എന്റെ